പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലെ 4ഓളം കടകളിലാണ് മോഷണം നടന്നത്. കടകളുടെ ഷട്ടറിന്റെ പൂട്ടുകൾ തകർത്താണ് മോഷ്ടാക്കൾ ഉള്ളിൽ കടന്നിരിക്കുന്നത്. പുനലൂർ പട്ടണത്തിൽ തന്നെ KSRTC ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കടയുടെയും പിറവന്തൂരിലെ ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ കാണിക്ക വഞ്ചിയുടെയും പൂട്ടുകൾ പൊളിക്കാനും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. സംഭവത്തിൽ പുനലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് പുനലൂർ പട്ടണത്തിലെ വ്യാപാര സമുച്ചയത്തിൽ മോഷണം നടന്നതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വാച്ചും വിൽക്കുകയും സർവീസ് ചെയ്യുന്നതുമായ കടയിലാണ് മോഷണം നടന്നത്. ഇലക്ട്രോണിക്സ് കടയിൽ നിന്നും വാച്ചുകളും 15,000-ലധികം രൂപയുമാണ് മോഷണം പോയിരിക്കുന്നതെന്നാണ് പ്രാഥമിക വിവരം. കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് പറയാൻ കഴിയൂ എന്നാണ് കടയുടമ പറയുന്നത്. ഈ ശാസ്ത്ര ബിസിനസ് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം എന്നതാണ് നിരന്തരമായിട്ട് ഇവിടെ മോഷണ ശ്രമങ്ങളും മോഷ്ടാക്കളുടെ ശല്യവും നിരന്തരമാണ്. കഴിഞ്ഞ ഇലക്ഷന്റെ തലേ ദിവസം അർദ്ധരാത്രിയിൽ ഇവിടെ കയറി ഞങ്ങളുടെ ഈ ശാസ്ത്ര ഇലക്ട്രോണിക്സ് എന്ന കട പൂട്ട് പൊളിച്ച് 10-15,000 രൂപ ക്യാഷും മൊബൈലും എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം ഇന്നലെ എൻ്റെ മകന്റെ കല്യാണമായിരുന്നു. എൻ്റെ മകന്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ ആളില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഗേറ്റ് തുറക്കാൻ വന്നപ്പോൾ എൻ്റെ പ്രസ്ഥാനം ഈ കട മൊത്തം കുത്തി പൊളിച്ച് തുറന്നിട്ടിരിക്കുകയാണ്. ഈ സലീന വാച്ച് വർക്ക്സ് എന്ന് പറയുന്ന ആ കടയുടെ പൂട്ട് പൊളിച്ചിരിക്കുന്നു. അവരുടെ തന്നെ മുമ്പിലുള്ള ഒരു കടയുടെ പൂട്ട് പൊളിച്ചിരിക്കുന്നു. പോലീസ് അടിയന്തരമായി ഇത് ശക്തമായ നടപടി എടുക്കണമെന്നാണ് എൻ്റെ താല്പര്യം. സ്ഥിരമായിട്ടും ഇവിടെ ഒരു പ്രശ്നം ഇതാണ്. അടുത്തിടെ അവിടെ വെട്ടിപ്പഴയുള്ള കടയിലേക്ക് കയറി കൃഷ്ണൻകോവിൽ ക്ഷേത്രത്തിൽ കയറി ഇതെല്ലാം ചില്ലറ മോഷണം ആള് മുഖംമൂടിയിട്ട് ക്യാമറ വിഷ്വൽസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഈ കടകളിൽ 2ാമത്തെ തവണയാണ് മോഷണം നടക്കുന്നത്. നഗരമധ്യത്തിൽ SBIയുടെ പ്രധാന ശാഖ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതിനോട് ചേർന്നുള്ള കടകളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. തുടർച്ചയായുള്ള മോഷണം പട്ടണത്തിലെ വ്യാപാരി വ്യവസായികളെ ആശങ്കയിലാക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ പോലീസ് പരിശോധന കാര്യക്ഷമമല്ലാത്തതാണ് പട്ടണത്തിൽ തുടർച്ചയായി മോഷണങ്ങൾ നടക്കുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വ്യാപാരി വ്യവസായി പുനലൂർ പ്രസിഡന്റാണ്. കഴിഞ്ഞ കുറെ നാളുകളായി പുനലൂർ പട്ടണത്തിൽ നിരന്തരമായി മോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തന്നെ ഇത് 2ാം തവണയാണ് 3-4 കടകളുടെ പൂട്ട് പൊളിച്ച് സാധനങ്ങൾ മോഷണം പോകുന്നുണ്ട്, മറ്റ് സാധനങ്ങളും പോകുന്നുണ്ട്. ഇതേപോലെ ഇതിന് തൊട്ട് മേളിലുള്ള റോഡിലും കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് 3-4 കടകൾ പട്ടണത്തിലെ മിക്കവാറും എല്ലാ റോഡുകളിലും സ്ഥിരമായി ഇപ്പം മോഷണ ശ്രമം നടക്കുന്നുണ്ട്. അധികൃതരുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് സർക്കാരോ അല്ലെങ്കിൽ അധികൃതരോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായ നടപടിയെടുത്ത് ഇതിന് വേണ്ടുന്ന തീരുമാനം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രാത്രികാലങ്ങളിൽ പുനലൂർ പട്ടണത്തിൽ മോഷ്ടാക്കളും സാമൂഹ്യ വിരുദ്ധരും അഴിഞ്ഞാടുന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. 3 മാസങ്ങൾക്ക് മുന്നേ പുനലൂർ MLA റോഡിൽ സൈക്കിൾ വ്യാപാര സ്ഥാപനത്തിൽ ഷട്ടറിന്റെ പൂട്ടുകൾ പൊളിച്ച് മോഷണം നടന്നിരുന്നു. ഇതിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമായിട്ടും പ്രതികളെ ഒന്നും പിടികൂടാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. പുനലൂരിൽ മോഷണം വർദ്ധിക്കുന്നെങ്കിലും ഒരു തുമ്പും കണ്ടെത്താൻ പോലീസിന് കഴിയാത്തത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.